ബഹുമാന്യനായ ഡോക്ടർ കെ കെ സക്കരിയ സ്വലാഹി, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു വാദം ഇത്രയധികം പ്രയാസം സഹിച്ച് ത്യാഗം സഹിച്ച് കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് അദ്ദേഹം അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? അബ്ദുറഹ്മാൻ സലഫിയെ ജനങ്ങൾക്ക് മുൻപിൽ മോശക്കാരനായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അതുമാത്രം നടത്തിയാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത, അദ്ദേഹത്തിന് വിരോധമുള്ള, അദ്ദേഹത്തിന് പ്രയാസപ്പെടുത്തിയ ആരെങ്കിലോടുമുള്ള പക തീർക്കലാണ് ഉദ്ദേശമെങ്കിൽ ആ ഒരു തലത്തിൽ മാത്രം ചർച്ച നടന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് തൃപ്തിയാകുമെങ്കിൽ അങ്ങനെ നടത്തി തൃപ്തി അടഞ്ഞുകൊള്ളട്ടെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സുബ്ഹാനല്ലാഹ് എന്താണ് വിഷയം? ജിന്നുകളെ അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, പകരം ഹറാമേ ആകുന്നുള്ളൂ എന്ന വാദമാണ് അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ ഒരു മനുഷ്യൻ പുഴയിൽ വീണ് ആ പുഴയിൽ മുങ്ങിത്താഴുന്ന സന്ദർഭത്തിൽ ഈ എൻ്റെ വിളി കേൾക്കുന്ന കരയിൽ വല്ല ജിന്നുകളുമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഓ ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന വാദം ഈ കേരളക്കരയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഊണും ഉറക്കവും കളഞ്ഞുകൊണ്ടുള്ള, ഈ പ്രയാസം സഹിച്ചുകൊണ്ടുള്ള ഈ പരിപാടികളും പ്രോഗ്രാമുകളും എന്നത് അത്ഭുതപ്പെടുത്തുകയാണ്. എന്താണത് കൊണ്ടൊരു നേട്ടം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാലാകാലങ്ങളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് അവിടുന്ന് ദീൻ കേട്ട് പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ പിൻപറ്റിയ താബിഉകൾ, അവരെ പിൻപറ്റിയ തബഉ താബിഉകൾ, അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ഒരു പരമ്പര കാലാകാലങ്ങളായി സ്വീകരിച്ചു വന്ന ഒരു ആദർശത്തെ കേരള നദ്വത്തുൽ മുജാഹിദീൻ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ രാപ്പകലില്ലാതെ കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലകളിൽ ഓടി നടക്കുന്നത് എങ്കിൽ നമുക്കതിൽ സമാധാനിക്കാമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ആദർശം നബി പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹീഹായ ഒരു ഹദീസിൽ ജിന്നുകളെ അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ വിളിച്ചു തേടിയാൽ ശിർക്കല്ല, ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സ്വഹീഹായ ഹദീസ് ഇദ്ദേഹത്തിന് ഉദ്ധരിക്കാനുണ്ടോ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഉദ്ധരിക്കാനുണ്ടോ? സ്വഹാബത്തിന്റെ കൗല് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഉദ്ധരിക്കാനുണ്ടോ? അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളിൽപ്പെട്ട ആളുകളുടെ കൗലുകൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഉദ്ധരിക്കാനുണ്ടോ? ഞങ്ങൾക്ക് കേൾക്കണം, താല്പര്യമുണ്ട്. KNM നിന്ന് വേണമെങ്കിൽ വിട പറഞ്ഞു വരാം, അദ്ദേഹം തെളിയിക്കട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇസ്ലാം പഠിപ്പിച്ച ഒരു ആദർശത്തിനെതിരാണ് എന്ന് വ്യക്തമായാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാം. സാർ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മതി, ഞങ്ങൾ നിൽക്കാം, താങ്കളോടൊപ്പം നിൽക്കാം. ഖുർആനിൽ നിന്നൊരായത്ത്, എന്ന് പറയുന്ന ഈ തത്വമുണ്ടല്ലോ, ഈ തത്വം സ്ഥാപിക്കാൻ ഖുർആന്റെ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ സാർ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ഈ പ്രദേശത്തുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ, ഖുർആനെ സ്നേഹിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്ന മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും താങ്കൾക്കൊപ്പം വരാം. എവിടെ ആയത്ത്? എവിടെ ആയത്ത്? യാ ഇബാദല്ലാഹ് അഈനു എന്ന് പറഞ്ഞ ഒരു ഹദീസിൽ ബന്ധപ്പെട്ട് പണ്ഡിതന്മാര് നടത്തിയ ചർച്ച. ഏത് പണ്ഡിതന്മാര്? നിങ്ങൾ ആലോചിക്കണം. ഇദ്ദേഹം ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കണം. എവിടെയാണ് ഡേറ്റ് ഓഫ് ബർത്ത്? എവിടെ നിൽക്കുന്നു? 14 നൂറ്റാണ്ടിലേക്ക് വേണ്ട, സ്വഹാബത്തിന്റെ കാലം വേണ്ട, താബിഈങ്ങളുടെ കാലം വേണ്ട, തബഉ താബിഈങ്ങളുടെ കാലം വേണ്ട, അതിന്റെ തൊട്ടടുത്ത് വല്ല ഡേറ്റ് ഉണ്ടോ? ഇല്ല സഹോദരങ്ങളെ. ഒരു 200 വർഷം, ഒരു 300 വർഷം, എൻ്റെ വല്ലിപ്പാടെ പ്രായം, അത്ര പിടിച്ചാൽ മതി. അതിൻ്റെ മേലേക്ക് ഒരു പണ്ഡിതൻ ഇദ്ദേഹം പറഞ്ഞ വാദം സ്ഥാപിച്ചത് കാണിക്കാൻ പറ്റുമോ? അഹ്ലു സുന്നത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു. ഏതെല്ലാ പണ്ഡിതന്മാരും? ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച മുതഖരിങ്ങളായിട്ടുള്ള, പിൽക്കാലക്കാരായിട്ടുള്ള ചില പണ്ഡിതന്മാർ അത് തന്നെ ഇദ്ദേഹം പറഞ്ഞ രൂപത്തിലാണോ എന്നത് പരിശോധിക്കണം. ഇദ്ദേഹം പറഞ്ഞ രൂപത്തിലാണോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സക്കരിയ സ്വലാഹി അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ആദരവില്ലാത്ത ആളുകളല്ല ഞങ്ങൾ.
അദ്ദേഹത്തെ വെറുപ്പുള്ള ആളുകളല്ല, സ്നേഹിച്ചിരുന്ന ആളുകളാ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതൊരു പണ്ഡിതനേക്കാളും ഏതൊരു പ്രഭാഷകനേക്കാളും ഹൃദയത്തിൽ കയറ്റിവെച്ച് നടന്നിരുന്ന മനുഷ്യനാണ് സക്കരിയ സ്വലാഹി. അദ്ദേഹം ഈ വാദം അവതരിപ്പിച്ചപ്പോ അദ്ദേഹത്തിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ സാധിക്കും? ഇത് സാധിക്കണമെങ്കിൽ ഖുർആൻ വിശദീകരിക്കണ്ടേ, ഇത് സ്ഥാപിക്കണമെങ്കിൽ ഹദീസിൽ നിന്ന് വിശദീകരിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കാം? സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് 100-300 കൊല്ലത്തിന്റെ ഇടയ്ക്കുള്ള ഈ പണ്ഡിതന്മാരിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ പറഞ്ഞ രൂപത്തിൽ തന്നെയല്ല അവതരിപ്പിക്കപ്പെടുന്നത്. അത് അത്ഭുതം. നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഇമാം ഷൗക്കാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇമാം ഷൗക്കാനി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഏതോ സലഫു സാലിഹിങ്ങളെ കാലത്താളുന്ന 100-150 കൊല്ലായിട്ടോളം ജീവിച്ചിട്ട് 100-150 കൊല്ലം ഇതിൻ്റെ ഇടയ്ക്ക് ജീവിച്ച ഈ ആളുകളുടെ ഇബാറത്തുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഇബാറത്തുകൾ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുക. കോട്ടിമാട്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ പറഞ്ഞ തലത്തിലല്ലാതെ അവതരിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇമാം ഷൗക്കാനി എന്താ ഈ വിഷയത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. സക്കരിയ സ്വലാഹി അത് അംഗീകരിക്കുന്നുണ്ടോ? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് വിശദീകരിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ സക്കരിയ പറയുന്ന വാദം പറഞ്ഞിട്ടുണ്ടോ? സ്വലാഹി പറയുന്ന വാദം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല. അവരൊക്കെ അതിലൊരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം ഇവിടെ വസായിലി ശിർക്കും ഹറാമും ആക്കിയിട്ട് അത് അവതരിപ്പിച്ചു. എന്തിനാ? കേരളത്തിലെ മുജാഹിദുകൾക്ക് മുൻപിൽ വലൈസ ഫീ ദാലിക ബഅസുൻ എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാ നിങ്ങൾ ആലേക്ക് കെ സക്കരിയ സ്വലാഹി ഇവിടെ വന്നല്ലോ, 2 തവണ വന്ന്. നമ്മൾ കൊപ്രക്കളത്ത് വന്നപ്പോ അന്ന് സക്കരിയ സ്വലാഹിക്ക് കുറച്ച് ചോദ്യം കൊടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞതറിയുമോ? കൊപ്രകുളത്ത് CD കണ്ടോ? അദ്ദേഹം പറഞ്ഞത് ആലുവയിലുണ്ട് പരിപാടി, ആലുവയിൽ വന്ന് ഞാൻ മറുപടി പറയുന്ന. ആലുവയിൽ വിതരണം ചെയ്തില്ലേ ആ നോട്ടീസ്? ആലുവയിൽ അത് വിതരണം ചെയ്തിട്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞോ? ആലുവയിൽ ആ നോട്ടീസ് എടുത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതിന് മറുപടി പറയുമ്പോ ക്ലിപ്പിടാനല്ലേ? മറുപടി പറഞ്ഞില്ല. അതിലൊരു ചോദ്യം, സാർ ഈ ഒരു ചോദ്യത്തിനെങ്കിലും സാർ ഉത്തരം പറയും. എന്താ ചോദ്യം? ഞാൻ പറയട്ടെ. ഈ ജിന്നുകളോട് അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം തേടിയാൽ അത് ജായിസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ലാല്ലുകളാണോ? പറയട്ടെ ഉത്തരം. ജായിസാണെന്ന് പറഞ്ഞവർ വഴിപഴച്ചവരാണോ? ലാല്ലും മുളില്ലാണോ? ഇതിനെങ്കിലും ഒരു ഉത്തരം. ഈ ആലുവയിൽ അദ്ദേഹത്തിന്റെ പരിപാടി സംഘടിപ്പിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, അവരോട് പറയാനുള്ളത്, നിങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കണം സക്കരിയ സ്വലാഹിനോട്. ഈ വിഷയത്തിൽ ഉത്തരം പറയണം. ലാല്ലും മുള്ളിലുമാണോ എന്ന വിഷയത്തിൽ പറയില്ല. പൂച്ച പുറത്ത് ചാടും. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലായി സംസാരിക്കുകയല്ല. ഈ വിഷയത്തെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട്, ഗൗരവത്തിൽ സമീപിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇതിനെ ഉൾക്കൊള്ളാനും പഠിക്കാനും പഠിച്ചതിന് ശേഷം മാത്രം ഇത് സ്വീകരിക്കാനും തയ്യാറാകണം. ആരോടെങ്കിലുമുള്ള വിരോധം ഈ ആദർശത്തിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് കാരണമാകരുത്. ഈ പഴച്ച ആദർശത്തെ സ്വീകരിക്കാനും നമുക്ക് കാരണമാകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.